speed to the city streets. We began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Moonlights, summer sky, it was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be two hearts running wild. പക്ഷേ ഇവരിത്രയും കയറി ഒന്ന് മറിയുടെയും ഒന്ന് ജെയ്മിയുടെയും. ഒന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ ശില സ്ഥാപിച്ചുകൊണ്ട് ഞാനാണ് മൂലക്കല്ല് എന്ന് ക്രിസ്തുവിൻ്റെ വചനത്തെ ആസ്പദമാക്കി കല്ല് സ്ഥാപിക്കുന്നു. രണ്ടാമതായിട്ട് ഞാനാണ് വാതിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കട്ടള സ്ഥാപിച്ച് വിശദീകരിച്ച് പണി തുടർന്ന് ആരംഭിക്കുന്നു. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നതാണ് ഈ വാതിലിലേക്ക് പ്രവേശിച്ച് ഭവനത്തിൽ താമസം ആരംഭിച്ച് പാചകം പാല് കാച്ചി വീട് തുടർന്ന് ജീവിതം ആരംഭിക്കുന്നത്. ഒരു വീട് തമ്പുരാൻ കൊടുത്തു, അത് നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവേശിക്കുകയാണ്. ഞാനാണ് വാതിൽ എന്ന് പറഞ്ഞുകൊണ്ട് വാതിലിലൂടെ നിങ്ങളെല്ലാം പ്രവേശിക്കും. നിങ്ങൾ ഓരോരുത്തർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും അതിനകത്ത് പ്രവേശിക്കുന്നു. ഏറ്റവും അവസാനം അച്ഛന് പ്രവേശിക്കുന്നു. സച്ചിൻ പിടിക്കും, ചേട്ടനെ ആദ്യം ഗ്രഹനാഥന് പ്രവേശിച്ചു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ചേച്ചി ഒന്നിച്ച് വെക്കാനുള്ള പറയാം.
മോനെ 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 വണ്ടി കയറി. സജിന്റെ മാതാപിതാക്കൾ ചേച്ചി ആലീസിന്റെ സഹോദരൻ ആരൊക്കെ? കുക്കു കാണാം. പാതാളത്തെ തമ്മിൽ കാട്ടണം, വീണ്ടൊരിക്കലും ജനങ്ങളെ കുടുംബങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. ഈ ഭവനം ഇപ്പോൾ വിശുദ്ധീകരിച്ച് ഉദാശ ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിമലനേക്കും തന്നെയാമേ. തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. വചനം തുറന്നു വെച്ചേക്കുന്നതിന് വ്യക്തി അർത്ഥമുണ്ടോ? ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാവങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളെ രക്ഷണമേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവേ നിന്റെ ശാന്തിയും സമാധാനവും ഈ ഭവനത്തിൽ വസിപ്പിക്കണമേ. ഇതിലുള്ള സകലവും നീ വാഴ്ത്തണമേ. ഈ ഭവനത്തിലെ വരവ് ചെലവുകൾ തിരുനാമഹത്വത്തിനും നീതിയുടെ പരിപാലനവുമായിരിക്കണമേ. ഹനോക്കിന്റെ ശുശ്രൂഷ നിന്നെ പ്രസാദിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് പ്രീതികരമാകണമേ. പുരുഷനായ ദാനിയേലിനെ പോലെ തിരുവോടെ അവരെ സഞ്ചരിപ്പിക്കുകയും ജീവദായകമായ നിന്റെ കർത്തകൽപ്പനകൾ ആചരിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ ഇപ്പോൾ ഈ ഭവനത്തിന് വേണ്ടിയും ഈ ഭവനത്തിൽ വസിക്കുന്നവർക്ക് വേണ്ടിയും കരുണയും കൃപയും അവിടുത്തോട് ഞാൻ യാചിക്കുന്നു. ഈ നിന്റെ ഭൃത്യൻ്റെ യാചന തിരുസന്നിധിയിലെത്തുകയും ഈ ഭവനം ഐശ്വര്യം പ്രാപിക്കുകയും ഇതിലെ നിവാസികൾ നീതീകരിക്കപ്പെട്ട് രക്ഷ നേടുകയും ചെയ്യണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേച്ച സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ ആടുകൾ നിന്റെ നന്മകളാൽ തൃപ്തരാകുകയും ഞങ്ങളെല്ലാവരും നിന്നിൽ നിന്ന് കരുണ പ്രാപിക്കുകയും ചെയ്യണമേ. പാപികളിൽ കനിവുള്ളവനും അനുതാപികളിൽ പ്രീതിപ്പെടുന്നവനുമായ ദൈവമായ കർത്താവേ, വിശ്വാസവുമേകി നയിക്കോ. സ്വാന്തനമരുളി പാവന ഗിരിശിബിരങ്ങളിലേക്കെന്നെ. ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്തോനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷകനുമായ യേശു മിശിഹായുടെ പരിശുദ്ധ ജീവിതകാലത്ത് ഇപ്രകാരം സംഭവിച്ചു.
യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ അവന് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കർമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകുവാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാവിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാമിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയവനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. സ്ലീബാടെ അടയാളത്താൽ ത്രിത്വേക നാമത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും മോർ യൗസേ പിതാവിൻ്റെയും പരിശുദ്ധനായ തോമാസ് ശ്ലീഹായുടെ സകല അപ്പോസ്തലന്മാരുടെയും സകല വിശുദ്ധന്മാരുടെ, വിശുദ്ധ കൊച്ചു തെരേസ്യയുടെ, വിശുദ്ധ അൽഫോൻസാൻമോയുടെയും വിശുദ്ധ മിഖായ, വിശുദ്ധ ഗബ്രിയേൽ റഫായുടെ മധ്യസ്ഥ അയച്ചുകൊണ്ട് കുരിശടയാളത്തിൽ ഈ ഭവനം എന്നേ ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കുന്നു. ബാർക്കുമോ ജീവനുള്ള പിതാവിൻ്റെ നാമത്തിലും ജീവനുള്ള പുത്രൻ്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിലും ബഷ്മോദാബോ ഹാമി ഉദാബ്രോ വദ്രോഹായോ കാദീശോദൽഹായ ദൽവൽവോ ലവൽമേ അലി ഭവനത്തിനും വീട്ടാർക്കും വാഴ്വേകണമേ. ജീവനോടും ജീവിക്കുന്ന സ്ലീബാടയുടെ മുദ്രയിട്ടുകൊണ്ട് ഈ ഭവനം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കുന്നു. ബാർക്കുമോ ജീവനുള്ള പിതാവിൻ്റെ നാമത്തിലും ആമി, ജീവനുള്ള പുത്രൻ്റെ നാമത്തിലും ആമി, ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും ആമി. മാതാകാദീശന്മാർദ്ധൻ പ്രാർത്ഥനയാ കൃപ ചെയ്യീശ അൻപാലി ഭവനത്തേനും വീട്ടാർക്കും വാഴ്വേകണമേ. കിച്ചനല്ലേ ജീവനോടും ജീവിപ്പിക്കുന്ന സ്ലീബാടയുടെ മുദ്രയിട്ടുകൊണ്ട് ഈ ഭവനത്തിൻ്റെ പാചകമേശകളും ഒരുക്കപ്പെടുന്ന ആഹാരങ്ങളും ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയോട് ചേർത്ത് ശുദ്ധീകരിക്കുന്നു. ബാർക്കുമോ ജീവനുള്ള പിതാവിൻ്റെ നാമത്തിലും ആമി, ജീവനുള്ള പുത്രൻ്റെ നാമത്തിലും ആമി, ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിലും ആമി. മാതാകാദീശൻ കൂദാശ ആശീർവാദത്തോടുകൂടെ പൂർത്തീകരിക്കുകയാണ്. പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. സജിൻ്റെയും ആലിസ് ക്രിസ്റ്റിയുടെയും വീണ്ടും ഒരു സന്തോഷത്തിൽ പങ്കുചേരുവാൻ സാധിച്ചതിൽ, ഇവരുടെ സന്തോഷങ്ങളിൽ എപ്പോഴും പങ്കുചേരുവാൻ എപ്പോഴും ദൈവം എന്നെ അനുവദിക്കുന്നുണ്ട്. ആലിസ് ക്രിസ്റ്റിക്ക് സജിന് വലിയൊരു ആഗ്രഹമാണ്. ഔസേപിതാവിൻ്റെ പ്രത്യേക ഒരു ദിവസം അവർക്ക് ഇങ്ങനൊരു കുദാശ ചെയ്യണമെന്ന്. പല ഡേറ്റുകളും നോക്കിയപ്പോൾ ഒന്നും ഞാൻ സമയം കാണത്തില്ല, അല്ലെങ്കിൽ ഇവർക്ക് സമയം എങ്കിലും ശാന്തമായിട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്ക് വന്നു. ഗൃഹനാഥനും ഗൃഹനാഥനും പ്രത്യേകം എന്നും പ്രാർത്ഥിക്കണം. എത്ര തിരക്കുണ്ടായാലും പ്രാർത്ഥിക്കാതെ പോകരുത്. ദൈവമാണ് എല്ലാത്തിനും അടിസ്ഥാനം. പ്രത്യേകമായിട്ട് കേട്ടോ, അത് വെച്ച് പ്രാർത്ഥിച്ചതാണ്. എൻ്റെ ചെറിയൊരു സമ്മാനം വെച്ചു. അത് ഏറ്റവും വലിയ വിലമുത്താണ് അത് കേട്ടോ. ഇപ്പോൾ നമുക്ക് പാല് കാച്ചാൻ വേണ്ടി പോവുകയാണ്. അമ്മമാർ രണ്ടുപേരുടെയും അമ്മമ്മ മാറ്റുക. എല്ലാവരും ഒന്നിച്ചു നിന്നു. മതിയോ?
പാലക്കാഴ്ച എല്ലാവർക്കും കൂടെ തരിക. താങ്ക് യു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവും. ഇതരഫലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെടണം. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ എൻ്റെ ആഗ്രഹങ്ങളെ പറ്റിയും എൻ്റെ സ്വപ്നങ്ങളെ പറ്റിയൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനൊരു ദിവസം എൻ്റെ ലൈഫിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു വീട് വാങ്ങിക്കാനുള്ള പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന പോലെ ദൈവം തലയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയമായപ്പം പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ എന്തോ ഒരു ഇതിങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ ഇൻസ്റ്റ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു ഫ്ലാറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വന്നു. ഇങ്ങനെ ഈ പറയുന്ന പോലെ ഞാനിത് കാണുന്നത് 2024 25, 26 ആ ഒരു എൻഡ് ടൈമിൽ അവരുടെ ഫ്ലാറ്റിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിയും. അങ്ങനെ 2024 സ്റ്റാർട്ടിങ്ങിലാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിലാണ് ഞാൻ രാത്രി നമ്മൾ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലിരുന്നിട്ട് ഞാനിങ്ങനെ ആ ഒരു ആഡ് കാണുവാണ്. അപ്പോൾ അതിലിങ്ങനെ എഴുതുന്നത് 2025, 26 ആ ഒരു എൻഡ്, 25ൻ്റെ എൻഡ്, 26ൻ്റെ സ്റ്റാർട്ടിങ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആഡാണ് ഞാൻ കാണുന്നത്. കണ്ട സമയത്ത് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ചേട്ടനോട് പറഞ്ഞു, ഇത് നോക്ക്, നമുക്ക് ഇങ്ങനെ ഫ്ലാറ്റിൻ്റെ ഒരു ആഡ് കണ്ടിട്ടുണ്ട്, കാക്കനാടാണ് എന്ന് പറഞ്ഞു. അപ്പം അതിൽ കൊടുത്തേക്കുന്ന അഡ്രസ്സ് വെച്ചിട്ട് ഇജാൻ്റെ ഓഫീസിൽ നിന്നും ജസ്റ്റ് ഒരു 500 മീറ്റേഴ്സ്, ഒരു 1/2 കിലോമീറ്റർ എന്ന് പറയാം, അത്ര ദൂരമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് വെച്ചാൽ അയ്യോ ഇത്ര അടുത്താണോ, അത് നല്ലൊരു ലൊക്കാലിറ്റിയാണ്. ഇപ്പം നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് ഇൻഫോ പാർക്കിൻ്റെ ഫസ്റ്റ് ഗേറ്റിലേക്ക് 1 കിലോമീറ്റർ, മറ്റത് 1/2 കിലോമീറ്ററേ ഉള്ളൂ, കുറച്ചുകൂടി നല്ലതായിരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ വെറുതെ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് രാത്രി എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് പോയി കണ്ടാലോ. അപ്പോൾ നമുക്ക് അവിടെ സ്ഥലം അറിയാമല്ലോ, അതിൽ അഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല, ഏകദേശം അറൗണ്ട് ഇന്ന ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഞങ്ങൾ രാത്രി പോയി കണ്ടപ്പോൾ നല്ല പ്രോപ്പർട്ടി, കൊള്ളാം, നല്ലത്, ഇവിടെ ഫ്ലാറ്റ് വന്നത് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ രാത്രി കണ്ടു കഴിഞ്ഞ് അതിന് ശേഷമാണ് മനസ്സിലിങ്ങനെ എന്നാൽ പിന്നെ ഒരു ഫ്ലാറ്റ് മേടിച്ചാലോ, നമ്മൾ എന്തായാലും റെൻറ്റ് കൊടുക്കുകയല്ലേ, നമുക്ക് ബാക്കി EMI അടയ്ക്കാമെന്ന് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നി. അങ്ങനെ പറഞ്ഞു നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ മേടിച്ചോ എന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ നമ്മൾ ഫെബ്രുവരി ലാസ്റ്റ് കഴിഞ്ഞ് മാർച്ച് 1 മുതൽ മാർച്ച് എൻഡ് വരെ ഞങ്ങൾ ഫ്ലാറ്റും വീടും ആദ്യം ഫ്ലാറ്റിൽ തുടങ്ങി കേട്ടോ. ഫ്ലാറ്റിലെന്ന് പറയുമ്പം കാക്കനാടിന് ഞങ്ങൾ കാണാൻ ഫ്ലാറ്റുകളില്ല. ഈ ഒരു ഇൻഫോ പാർക്കിൻ്റെ ഒരു വിത്തിൻ 2 to 3 കിലോമീറ്റേഴ്സിനുള്ളിലുള്ള സകല ഫ്ലാറ്റുകളും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കണ്ടു. ഞങ്ങൾക്കിത് തന്നെയാണ് പണി. രാവിലെ പോയി കാണും, വൈകുന്നേരം പോയി കാണും, ചിലപ്പോൾ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ബ്രേക്ക് ടൈമിൽ വരും. അപ്പം ഞങ്ങളിങ്ങനെ ഫ്ലാറ്റുകൾ മുഴുവൻ കണ്ടിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവണില്ലെന്ന് വെച്ചാൽ ഇച്ചാന മിക്കത് ശരിയാവും,
ഞാൻ അങ്ങനെ ഒന്നിലും ഒതുങ്ങുന്ന പാർട്ടിയല്ല. കാര്യം വേറെ ഒന്നുമല്ല, എനിക്ക് വീട് മേടിക്കാൻ ഒരു വീടെന്ന് പറയുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, ഞാൻ പണ്ട് ആഗ്രഹിച്ചത് എനിക്ക് സാധാരണ ഒരു വീട്, വലിയ ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും ചെയ്ത് അങ്ങനെയൊന്നും എനിക്ക് വേണമെന്നില്ല. നമുക്ക് കയറി കിടക്കാൻ പറ്റുന്ന അത്യാവശ്യ സൗകര്യങ്ങളുള്ളൊരു വീട്. പക്ഷേ വീടിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലിങ്ങനെ കുറച്ച് സങ്കല്പം ഉണ്ടായിരുന്നു. വേറെ ഭയങ്കരമായിട്ടൊന്നും അല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, എനിക്ക് നമ്മൾ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻ ഡോറിൻ്റെ നേരെ സ്ട്രെയിറ്റ് എനിക്ക് ഡൈനിങ് ടേബിൾ വരുന്നത് ഇഷ്ടമല്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് ആണല്ലോ ഓപ്പൺ കിച്ചൺ എന്നുള്ളത്. അപ്പം എൻ്റെ മനസ്സിൽ എനിക്കൊരു ഓപ്പൺ കിച്ചൺ വേണം. കുക്കിംഗ് വീഡിയോസ് ചെയ്യാം, വ്ളോഗ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അതൊരു ആഗ്രഹം. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു നല്ലൊരു ബാൽക്കണി. ഇത് മൂന്നുമാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഒരു വീട് മേടിക്കുമ്പോൾ. പക്ഷേ ആ സമയത്ത് എനിക്ക് ഈ പറയുന്നത് ഇത് മൂന്നുള്ള ഫ്ലാറ്റ് ആണെങ്കിൽ ഞാൻ ഓക്കെ, എനിക്ക് ഇൻറ്റീരിയർ വേണ്ട, വലിയ പോഷ് ലുക്കും കാര്യങ്ങളൊന്നും വേണ്ട, സാധാരണ ഫ്ലാറ്റ് മതി, നമുക്ക് ഈ പറഞ്ഞ പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്ത് നമുക്ക് കയറി താമസിക്കാം എന്നുള്ള രീതിയിലുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ എല്ലാ ഫ്ലാറ്റുകളും കണ്ടു തുടങ്ങിയപ്പോൾ എന്താ, ഞാൻ ഇപ്പോൾ ബാൽക്കണി വരുമ്പം ഡോറിൻ്റെ ഫ്രണ്ടിൽ ഡൈനിങ് ടേബിൾ അവിടെ നിന്ന് മാറുമ്പം കിച്ചൺ ക്ലോസ്ഡ് ആണ്. നമുക്ക് ക്ലോസ്ഡ് കിച്ചൺ മേടിച്ചിട്ട് ഓപ്പൺ ചെയ്യാം, അതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കിച്ചൺ. അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തിലായി. അങ്ങനെ നോക്കി നമുക്ക് DDയിൽ ഒരു ഫ്ലാറ്റ് സെറ്റായെന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ ഫേർണിഷ് ചെയ്ത ഫ്ലാറ്റ് എല്ലാം ചെയ്ത്, ബാൽക്കണി പറഞ്ഞതുപോലെ വലിയ സുഖമുള്ള ബാൽക്കണിയല്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഫ്ലാറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ബാൽക്കണിയിൽ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് പുറത്ത് സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നതാണ് എൻ്റെ മനസ്സിലെ ഫ്ലാറ്റ്. നമ്മൾ ഇതിനു മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിലാണ്, പക്ഷെ അവിടെ നമുക്ക് ബാൽക്കണി ഉണ്ട്, പുറത്തോട്ട് വ്യൂ ഇല്ല. കാര്യം നേരെ ഓപ്പോസിറ്റ് വേറൊരു ഫ്ലാറ്റിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, പുറം ലോകോട്ട് യാതൊരു ബന്ധവുമില്ല, നേരെ തുറക്കുന്നത് ആ ഫ്ലാറ്റാണ്. അപ്പോൾ എനിക്കിങ്ങനെ കാഴ്ച കണ്ടിരിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഫ്ലാറ്റ് കുറച്ച് ചെറുതാണ്. അതായത് ഇപ്പം നമ്മൾ ആ ഫ്ലാറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് അവിടെ എക്സ്ട്രാ ഒരു ചെയർ പോലും ഇടാൻ പറ്റത്തില്ല, അതിനുള്ള സ്ഥലമില്ല. കംപ്ലീറ്റ്ലി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള, പക്ഷേ ഭയങ്കര മാക്സിമലിസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലാറ്റാണ്, വളരെ മിനിമലിസ്റ്റാണ്. പക്ഷേ ഈ പറഞ്ഞതിനോട്ട് എക്സ്ട്രാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്കിങ്ങനെ സ്ഥലം തികയില്ല, നമ്മുടെ ഡ്രസ്സ് വെക്കാൻ സ്ഥലം തികയില്ല. എനിക്ക് ഷൂട്ടിന് കൊണ്ടുവന്ന കുറേ ട്രോളി പെട്ടികൾ തന്നെ ഉണ്ട്, 4-5 ഇതൊക്കെ ഞാൻ എവിടെ വെക്കും അങ്ങനെ. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ഹാഫ് മൈൻഡഡ് ആയിട്ടിരുന്നു. അപ്പം സജിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇജാൻ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സജിൻ എന്ന് പറഞ്ഞ് ഇടണ്ട, അമ്മ വഴക്കറിയാം. ഇജാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് മനസ്സിലൊന്ന് പാകപ്പെടുത്ത്, നമുക്ക് നാളെ ആ ഫ്ലാറ്റ് ഒന്നും കൂടെ പോയെന്ന് കാണാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മുക്കി മൂളിയൊക്കെ ഓക്കെ, ഞാൻ പറഞ്ഞ ദൈവമേ മനസ്സിന് എനിക്കൊരു സമാധാനം തരണം, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നാളെ പോയി കാണുമ്പോൾ എനിക്ക് ആ ഫ്ലാറ്റ് ഇഷ്ടപ്പെടണം. കാര്യം ഓൾറെഡി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഫ്ലാറ്റാണ്, ഇനി ഒന്നും ചെയ്യേണ്ട, നമുക്ക് അഡ്വാൻസ് കൊടുത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം കയറി താമസിക്കാം. ആ പരുവത്തിന് ഇരിക്കുകയാണ് ആ ഫ്ലാറ്റ്. നല്ല ഫ്ലാറ്റായിരുന്നു, നല്ല ഓണേഴ്സും ആയിരുന്നു കേട്ടോ. ഒരു ആൻറ്റി അങ്കിളായിരുന്നു, നല്ല മനുഷ്യരായിരുന്നു അവർ. അങ്ങനെ എല്ലാം ആയി പിറ്റേ ദിവസം ഞങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഇജാൻ ഓൾറെഡി ഹാപ്പിയാണ്, കാര്യം മനസ്സിന് ഇഷ്ടപ്പെട്ടു, എന്നെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. അങ്ങനെ വീണ്ടും പോയി കണ്ടു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊക്കെ വീട്ടിൽ കയറി. എന്നിട്ട് ഞാനിങ്ങനെ കുറച്ച് നല്ല മനസ്സോട് കണ്ടപ്പോൾ ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഉള്ള സ്ഥലം മതി, സാരമില്ല. ബാൽക്കണി വ്യൂ ഉണ്ട്, പക്ഷെ തൊട്ടടുത്ത് ഈ പറഞ്ഞൊരു ഫ്ലാറ്റാണ്. നമ്മൾ അവിടെ നിന്നിട്ട് ഒരു പരിധി കൂടുതൽ ഒച്ചത്തിൽ സംസാരിച്ചപ്പോൾ അപ്പുറത്ത് കേൾക്കും. അപ്പം ഞാൻ വെച്ചാൽ ശരി വേണ്ട, ഇപ്പോൾ ഈ പറയുന്ന പോലെ ബാൽക്കണി ഇപ്പം ദൈവം എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, വേണ്ട ബാൽക്കണി വേണ്ട, സ്ഥലം ഇതൊക്കെ മതി, ഉള്ളത് മതി. നല്ല ഓപ്പൺ കിച്ചണായിരുന്നു, നല്ല ഓപ്പൺ കിച്ചൺ ഉണ്ടല്ലോ, ഓക്കെ എന്തെങ്കിലും കാര്യം. പക്ഷേ ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ പോലും കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നിന്നാണ് കുക്ക് ചെയ്യണേ. ആ കുക്കിംഗ് ഹോബ് ഫ്രണ്ടിലേക്ക് ഇവിടെ അല്ല, ഇങ്ങനെ ക്യാമറ ഒന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല, തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് നോക്കിയൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അതും കോംപ്രമൈസ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇച്ചാൻ്റെ മനസ്സ് മാറി, അല്ലെങ്കിൽ നമുക്കിത് വേണ്ട, ഇവിടെ എന്തോ ഒരു സ്ഥലക്കുറവുള്ളതല്ലേ എനിക്കും തോന്നുന്നു, നമുക്ക് ചിലപ്പം ഷൂട്ടൊക്കെ ചെയ്യാൻ പാടായിരിക്കും, ഇവിടെ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡായി. അങ്ങനെ ആ ഫ്ലാറ്റ് നമ്മൾ വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇത്രയും ഫ്ലാറ്റൊന്നും വീടിൻ്റെ മേടിക്കാനുള്ള പ്ലാനിങ് ഇല്ലാതിരുന്നപ്പോഴും ഫ്ലാറ്റുകളൊന്നും കാണാതിരുന്നപ്പോഴും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് എന്താ നമുക്കൊന്നും ശരിയാവാത്ത, എന്താ വാങ്ങിക്കാൻ പറ്റാത്ത എന്നുള്ള സങ്കടമായി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, സ്ഥലം മേടിക്കാം എന്താ പറയുക, നമുക്ക് സ്ഥലം മേടിച്ച് വീട് വയ്ക്കാനായി. അങ്ങനെ സ്ഥലം അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ എന്താ പറയുക, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഏരിയയിലൊന്നും കിട്ടുന്നില്ല. ഇൻ കേസ് ഏരിയയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്ലാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്
ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു സെൻറ്റിന് തന്നെ അവർ 22 എങ്ങാണ്ട് പറഞ്ഞു, 22 lakhs എങ്ങാണ്ട് പറഞ്ഞു. ഭയങ്കര റേറ്റ്. നമുക്കത് വാങ്ങിക്കാം. എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് അല്ലായിരുന്നു അത്. അങ്ങനെ പിന്നെ കുറേ സ്ഥലങ്ങൾ നോക്കി. അപ്പോൾ എല്ലാം ഉള്ളിലേക്കാണ്. അപ്പോൾ നമുക്ക് ഒരു ആവശ്യത്തിന് പുറത്ത് പോകാൻ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴൊക്കെ നമുക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, സ്ഥലവും വേണ്ടെന്ന് വെച്ചു. പിന്നെ 3ാമത്തെ 4ാമത്തെ ആഴ്ചയിൽ വില്ല, നമ്മളിതുവരെ വില്ല നോക്കിയില്ലല്ലോ, എന്നാൽ പിന്നെ കാക്കനാടുള്ള വില്ലകളായ വില്ലകൾ മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ച് നടന്നു. അങ്ങനെ അതും ഈ പറഞ്ഞ് പോയി ലാസ്റ്റ് ഒരു വില്ല ഇഷ്ടപ്പെട്ടു. ഒരു പാടത്തിൻ്റെ, അതായത് പാടത്തിൻ്റെ വരമ്പിലല്ല, ആ വില്ല പുറമേ നിന്ന് കാണുമ്പോൾ മറ്റേ ഈ വയലും പാടമൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. പുറമേ ഭയങ്കര മോഡേൺ ലുക്കും. ഈ വീടിൻ്റെ ബാക്കിൽ ഫുൾ വയലെന്ന് പറയുമ്പോൾ എനിക്ക് പൊതുവെ കാറ്റും വെളിച്ചവും കുറച്ച് വീക്ക്നെസ്സാണ്. അപ്പോൾ ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ്. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി വന്നപ്പം സ്ഥലം കുറവാണ് കേട്ടോ. നമ്മുടെ ലിവിങ് റൂം എന്നൊക്കെ ഒരു കുഞ്ഞ് സ്പേസ്, നമുക്ക് ജസ്റ്റ് ഒരു TV വെച്ച ഒരു കുഞ്ഞ് സോഫയുള്ള സ്പേസ് ഉള്ളൂ. പക്ഷെ നോക്കി വന്നപ്പം കിച്ചണിലെ ഡോറ് തുറന്നത് ബാക്കിൽ പാടം. ആഹാ, നല്ല കാറ്റും വെളിച്ചവും. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തുടങ്ങി. ഞാൻ പിന്നെ കോംപ്രമൈസിലേക്ക് എത്തി. കുഴപ്പമില്ല, ലിവിങ് റൂമിന് സ്ഥലമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കിച്ചൺ ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. അതും ഇനിയിപ്പോൾ കുഴപ്പമില്ല, എന്ത് ചെയ്യാം. പക്ഷെ കാറ്റും വെളിച്ചം ഉണ്ടല്ലോ, ബാക്കിൽ വയലുണ്ടല്ലോ, പാടം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതും നമ്മൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴേക്ക് ലാസ്റ്റ് പേയ്മെൻറ്റ് ടേംസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അവർ ആദ്യം നമ്മുടെ അടുത്തൊരു റേറ്റ് പറഞ്ഞിരുന്നു. അത് നെഗോസിയേഷനിലേക്ക് എത്താമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീടായപ്പം നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും ആ ഒരു പ്രൈസും കാര്യങ്ങളൊന്നും ഓക്കെ ആയില്ല. പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. രണ്ടാമത് വേറൊരു വില്ല വന്നു. ആ വില്ലയും നമ്മൾ ഏകദേശം മേടിക്കാനുള്ളൊരു 99% വരെ എത്തി. അതെന്ന് പറയുമ്പോൾ ഒരു വില്ല പ്രോജക്റ്റ് ഒരു കുന്നിൻ്റെ മണ്ടയ്ക്ക്, ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്കാണ്. ഈവൻ കാറ് കയറാനുള്ള വഴി പോലും കറക്റ്റ് ഇല്ല. ജസ്റ്റ് ഓപ്പോസിറ്റ് കാർ വന്ന് നമ്മൾ ഫുള്ള് റിവേഴ്സ് എടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ ആ വഴി ഇങ്ങനെ കയറി ചെന്ന് കഴിയുമ്പോൾ ഒരു കുന്നിൻ്റെ മണ്ടയ്ക്ക് വില്ലയുടെ പ്രോപ്പർട്ടി. അങ്ങനെ ഞങ്ങൾ പോയി കാണുന്നു. നമ്മൾ ശരിക്കും ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ തട്ടായിട്ടായി പ്രോപ്പർട്ടി വന്നേക്കുന്നത്. ഞാൻ അതിൽ ഏറ്റവും ഹൈറ്റുള്ള പ്രോപ്പർട്ടി നോക്കി. എനിക്ക് ഇവിടെ മതി എന്ന് പറഞ്ഞു. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കിങ്ങനെ സൂര്യൻ ഉദിക്കുന്ന കാണാം. മഴ വരുമ്പോൾ ഭയങ്കര ഫീലായിരിക്കും. ബാക്കിൽ ഫുള്ള് നമ്മൾ ഈ കാറ്റാടി മരം പോലത്തെ ഒരു ചെടിയില്ലേ, നമ്മൾ ഈ ചില സിനിമയിലെ പാട്ടിലൊക്കെ കാണില്ലേ, അങ്ങനത്തെ ചെടികൾ ഫുള്ള് ബാക്കിൽ, ഭയങ്കര വ്യൂ. അപ്പം ഞങ്ങൾ മനസ്സിലിങ്ങനെ വീടൊക്കെ വെച്ചു കേട്ടോ, മനസ്സുകൊണ്ട് വീട് വെച്ചു. ഓക്കെ, 2 നില വീട്. ഇവിടെ നമ്മളിങ്ങനെ മുൾവേലി കെട്ടുന്നു. മുൾവേലിയല്ല, മറ്റേ ഇങ്ങനെ എന്താ പറയുക, മറ്റേ ഒരു വൈറ്റ് കളർ വേലി പോലെ ഇങ്ങനെ കെട്ടില്ലേ, ആ വേലിയൊക്കെ ഇങ്ങനെ കെട്ടുന്നു. ഫുൾ ചെടികൾ വെക്കുന്നു. അപ്പോൾ നമ്മൾ കാർ എവിടെ ഇടും? ഓക്കെ, കാർ ഞങ്ങൾ ഇങ്ങനെ കയറി വന്ന് ഇവിടെ തുടങ്ങി, ഇവിടെ ഗേറ്റ് വെക്കും, ഇവിടെ പാർക്ക് ചെയ്യും. ആ രീതിയിലൊരു കാര്യങ്ങളെത്തി. ഞങ്ങൾ പകൽ പോയി കണ്ടു പ്രോപ്പർട്ടി, ഉച്ചയ്ക്ക് പോയി കണ്ടു പ്രോപ്പർട്ടി, രാത്രിയും പോയി കണ്ടു. അപ്പോൾ രാത്രിയൊക്കെ ഭയങ്കര ഫീല്. ബാൽക്കണിയിലിരുന്ന് ചില്ലടിച്ചിരിക്കുക. ഇനി വേറെ ഒന്നും വേണ്ട, നമുക്ക് വേറെ ഒരിടത്തും പോകണ്ട, അവിടെ ഇരുന്നാൽ മതി. ആ രീതിക്ക് കാറ്റും വെളിച്ചമുള്ളൊരു കിടിലം സ്ഥലം. അങ്ങനെ ഞാൻ ഈ പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പപ്പയെ വിളിക്കുന്നത്. ഞാൻ പപ്പ ഇങ്ങനൊരു സാധനം നമുക്ക് സെറ്റായിട്ടുണ്ട്, നമ്മൾ ഏകദേശം മേടിക്കാനുള്ള തീരുമാനത്തിലാണ്. പക്ഷെ എനിക്ക് മനസ്സിൽ പെട്ടെന്ന് തോന്നി, എന്തായാലും അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പപ്പേനെ ഒന്ന് വിളിച്ച് കാണിച്ചേക്കാം. ഈ പപ്പ ഈ പറയുന്ന പോലെ ഇങ്ങനെ നോക്കിയിട്ടടി, അതായത് ഞാൻ വളർന്നു വന്ന രീതി എൻ്റെ പപ്പയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ എനിക്ക് എങ്ങനത്തെ സ്ഥലമായിരിക്കും കൂടുതൽ ആപ്റ്റ് ആവുന്നുള്ളത് എൻ്റെ പപ്പയ്ക്ക് അമ്മയ്ക്ക് കണ്ടാൽ അറിയാം, എനിക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമില്ല എന്നുള്ള കാര്യം. അപ്പോൾ പപ്പ വന്ന് എല്ലാം കണ്ടിട്ട് തിരിച്ച് കാറി എന്നോട് പറഞ്ഞു, ഈ സ്ഥലം നിനക്ക് പറ്റിയതല്ല. ഒന്നാമത്തെ കാര്യം, നീ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുള്ള കൊച്ചാണ്. ഇത് ഇത്രയും ഉള്ളിലേക്കാണ്, നിനക്കൊരാവശ്യം വന്നാൽ പോകാൻ പാടെ, അപ്പുറത്തിപ്പുറത്തൊന്നും ആൾക്കാരില്ല, നീ മൊത്തത്തിൽ രാത്രി ഒറ്റയ്ക്ക് കിടന്ന് പേടിക്കും. പിന്നെ സ്വിഗ്ഗി നമുക്കവിടെ ഇല്ല, സ്വിഗ്ഗി ഇല്ല. ഊബർ കിട്ടാൻ ഊബർ കിട്ടുമായിരിക്കും, പക്ഷേ സ്ഥലം കണ്ടിട്ട് എനിക്ക് കുറച്ച് പാടാണെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയുള്ള നിനക്ക് സൗകര്യങ്ങൾ കുറയും. ഇത്രയും സൗകര്യം, ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ഥലത്ത് എല്ലാ ആക്സസും ഉണ്ട്. എന്ത് സാധനം വേണമെങ്കിലും അങ്ങോട്ട് ഒരു 10 മിനിറ്റ് പോലും ഇല്ല, മുറ്റത്തോട്ട് ഇറങ്ങി നമുക്ക് എല്ലാം ഉണ്ട്. അത്രയും ആക്സസ് ഉള്ള സ്ഥലത്ത് നിന്നിട്ട് നീ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിനക്ക് പാടായിരിക്കും. സജിൻ എപ്പോഴും കൂടെ കാണണം എന്നില്ല, ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകും. അപ്പം നിനക്ക് അവിടെ സർവൈവ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും തോന്നിയപ്പോൾ എൻ്റെ മനസ്സൊന്ന് മാറി. അതെല്ലാം വിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ പപ്പ വിളിച്ചിട്ട് പറഞ്ഞ്, നീ നാട് മുഴുവൻ ഫ്ലാറ്റ് അന്വേഷിച്ച് നടക്കുമല്ലേ, നീ താമസിക്കുന്ന ഫ്ലാറ്റിൽ എന്തെങ്കിലും ഒഴിവുണ്ടോ നീ ചോദിച്ചോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ ചോദിച്ചിരുന്നു, എല്ലാ ഫ്ലാറ്റും നോക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ചോദിച്ചത് നമ്മുടെ ഫ്ലാറ്റിലാണ്, ഒരു ഫ്ലാറ്റ് ഒഴിവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ആ ഫ്ലാറ്റ് കാണാൻ വേണ്ടി ഞാൻ വന്നിരുന്നു പപ്പ, ഞാനും ബാലു അനന്തും. അന്ന് ഷൂട്ടുള്ളൊരു ദിവസമാണ്. ആ ഫ്ലാറ്റാണ് ഈ ഫ്ലാറ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഫ്ലാറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നു. ഫ്ലാറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അന്ന് ഈ ഫ്ലാറ്റ് എന്ന് പറയുമ്പം ഭയങ്കര കളർഫുള്ളായിരുന്നു.
ലിവിങ് റൂം കംപ്ലീറ്റ്ലി റെഡ്, കിച്ചൺ ഫുൾ റെഡ്, സ്ലാബ് മാത്രം ബ്ലാക്ക്, ബാക്കി കബോർഡ് പെയിൻറ്റ് ഫുൾ റെഡ്, ഒരു റൂം ഫുള്ള് നീല, മറ്റേ റൂം ഫുള്ള് വയലറ്റ്, നമ്മുടെ ബാൽക്കണി എല്ലാം കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തൊക്കെ അങ്ങനെ ഇട്ടേക്കുന്നു. ഞാനും ബാലും കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ബാലു ഇത് ശരിയാവില്ല കേട്ടോ, എനിക്കിതിൻ്റെ അകത്തിരുന്ന് ഡിപ്രഷൻ അടിക്കും, നീ ഇറങ്ങിക്കേ. അപ്പോൾ അവൻ പറഞ്ഞു എന്തായാലും വന്നല്ലേ ചേച്ചി, ഒന്ന് കയറി കണ്ടിട്ട് നമുക്ക് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നു. അപ്പോഴേ മനസ്സിൽ ഞാൻ ആ ഡോറ് തുറന്നതേ ഞാൻ തീരുമാനിച്ചു, ഇത് ഞാൻ എന്തായാലും മേടിക്കൂല. കാര്യം ഈ പറഞ്ഞതിനോട്ട് ഒന്നാമത്തെ എനിക്ക് അവരെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചെന്താണെന്നറിയാമോ, ഓക്കെ ഈ ഫ്ലാറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയോ മാറി വന്നപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചം കിട്ടാത്തൊരു ഏരിയ ആണെന്നാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞങ്ങളെല്ലാം വന്ന് കണ്ട് ഓക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ പോയി. അങ്ങനെ പോയതിന് ശേഷം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പറഞ്ഞ ഫ്ലാറ്റുകളും സ്ഥലങ്ങളും വില്ലകളും ഒക്കെ നോക്കുന്നത്. ലാസ്റ്റ് ഒന്നും കിട്ടിയില്ല, എനിക്ക് കംപ്ലീറ്റ് വിഷമമായിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പപ്പ വീണ്ടും പറഞ്ഞു ഫ്ലാറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ. അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ കെയർ ടേക്കറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അതല്ലാതെ വേറെ ഏതെങ്കിലും ഫ്ലാറ്റ് നമുക്ക് ഒഴിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതെ നിങ്ങൾ ആദ്യം കണ്ട ഫ്ലാറ്റില്ലേ അവിടുത്തെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് മാറ്റി, കാര്യം ആ കളർ കണ്ടിട്ട് ആ വീട് സെയിലാവുമെന്ന് തോന്നില്ല, കണ്ടവരെല്ലാവരും കളറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഓണർ കളർ മാറ്റി ഫുൾ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്, ഇനി നിങ്ങളൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാനും ഈ ചാനും കൂടെ, പപ്പ ഉണ്ടായിരുന്നു തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ, അങ്ങനെ ഞങ്ങൾ വന്ന് ഈ ഫ്ലാറ്റ് കണ്ടു. ഫ്ലാറ്റ് കണ്ട സമയത്ത് അന്നാണ് ഞാൻ ഈ ഫ്ലാറ്റ് ഒന്ന് മനുഷ്യക്കോളത്തിൽ കാണുന്നത്. ഫുള്ള് വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച് ഞാൻ നോക്കിയപ്പം ഓക്കെ കുഴപ്പമില്ല. എന്നിട്ട് അപ്പോൾ ഈ മൂടി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു, ജനാലയൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതൊക്കെ തുറന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു വെട്ടവും വെളിച്ചമൊക്കെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പപ്പ പറഞ്ഞു, എടി നീ ഒന്നും നോക്കണ്ട, നാടായ നാട് മുഴുവൻ വെറുതെ അന്വേഷിച്ച് നടക്കുകയാണ്, നീ അതങ്ങ് വിട്ടേക്ക്, നമുക്ക് ഈ ഫ്ലാറ്റ് തന്നെ മേടിക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ജനാലൊക്കെ തുറന്നിട്ട് ഇഷ്ടമുള്ള പെയിൻ്റ് അടിച്ചോ, അപ്പോൾ കുറച്ചൊരു വെട്ടം വെളിച്ചെന്നൊക്കെ വരും എന്ന് പറഞ്ഞപ്പം ഈ ചാനും ഇഷ്ടപ്പെട്ടു, പപ്പയ്ക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ലാസ്റ്റ് ഈ കാണുന്ന ഈ ഫ്ലാറ്റ് തന്നെ നമ്മൾ മേടിക്കുന്നത്. ഞാൻ ആദ്യം പോയി കണ്ട ഫ്ലാറ്റും ഇത് തന്നെയാണ്, ഞാൻ അവസാനമായിട്ട് കണ്ട ഫ്ലാറ്റും ഇത് തന്നെയാണ്. അന്ന് എനിക്ക് തോന്നുന്നു അത് ശരിക്കും ദൈവത്തിൻ്റെ വലിയൊരു തീരുമാനമായിരുന്നു. ഞാൻ അന്ന് അത് കണ്ടിട്ട് ഈ ഫ്ലാറ്റ് വേണ്ടാന്ന് വെക്കാനുള്ളത്. കാരണം ഞാൻ അന്ന് ഈ ഫ്ലാറ്റ് കണ്ട ഉടനെ ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ മേ ബി ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് തോന്നാം, അയ്യോ വേറെ ഫ്ലാറ്റൊക്കെ നോക്കേണ്ടതായിരുന്നു, ചിലപ്പോൾ ഇതിനെക്കാട്ടിലും സൗകര്യമുള്ളത് നമുക്ക് കിട്ടിയാലോ, ഇതിനെക്കാട്ടിലും നല്ലത് നമുക്ക് കാക്കനാട് കിട്ടിയാലോ എന്നൊരു റിഗ്രറ്റ് എനിക്ക് മേ ബി തോന്നുമായിരിക്കാം. അതുകൊണ്ടാണ് അന്നത് ദൈവം വേണ്ടാന്ന് വെപ്പിച്ചിട്ട് ഈ പറഞ്ഞ സകലമായ ഫ്ലാറ്റും സ്ഥലങ്ങളും പോയി കണ്ടതിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല ഫ്ലാറ്റും എനിക്ക് കണ്ടതിൽ ഏറ്റവും സ്ക്വയർ ഫീറ്റ് കൂടിയ ഫ്ലാറ്റും ഇത് തന്നെയായിരുന്നു. ഞാൻ നമ്മുടെ ഈ കാക്കനാട് ഉള്ളവർക്കറിയാം ഇവിടെ എന്തോരം ഫ്ലാറ്റ് ഉണ്ടെന്ന്. ഞാൻ കണ്ട ഫ്ലാറ്റുകളിൽ വെച്ച് ഏറ്റവും നല്ല ഫ്ലാറ്റും ഏറ്റവും ബിൽഡിംഗ് ക്വാളിറ്റി ഉള്ളതും ഏറ്റവും സ്ക്വയർ ഫീറ്റ് എനിക്കുള്ളതും ഞാൻ മനസ്സിലാഗ്രഹിച്ച എല്ലാ കാര്യങ്ങളുള്ളൊരു ഫ്ലാറ്റും എനിക്കിത് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. കാര്യം ഞാനിപ്പോൾ അയ്യോ ഞാൻ വേറെ കൂടെ നോക്കാമായിരുന്നു, എല്ലാം നോക്കിയിട്ട് തീരുമാനം എടുത്താൽ മതിയായിരുന്നു എന്നുള്ള റിഗ്രറ്റ് എനിക്കില്ല. ഞാൻ എല്ലാം കണ്ടു, എല്ലാത്തിൻ്റെ കുറ്റവും കുറവും എല്ലാം മനസ്സിലായിട്ട് ലാസ്റ്റ് എടുത്ത ഡിസിഷൻ ആയതുകൊണ്ട് ഞാൻ 100% ഈ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്.